എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും വന്നോളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചീര കൃഷി എങ്ങനെയാണ് എനിക്ക് നല്ല വിളവ് തരുന്നത് എന്ന് പരിചയപ്പെടാം. ഞാൻ ടെറസിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ബാഗിലും ചട്ടിയിലും എൻ്റെ ചില ഫ്രൂട്ട്സ് പ്ലാൻ നട്ടേക്കുന്ന ചട്ടിയിൽ ഇടവിളയായിട്ടുമാണ് ഞാൻ ചീര കൃഷി ചെയ്യുന്നത്. ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ചീര മൂടോടെ പിഴുതെടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ചീര പാകിയ ശേഷം അത് പിരിച്ച് ഗ്രോ ബാഗ്, കുപ്പി, ചട്ടികൾ എന്നിവയിൽ നടാവുന്നതാണ്. ചീര പാകമാകുമ്പോൾ അത് പിഴുതെടുക്കാതെ താഴെ ഭാഗത്ത് നിന്ന് ഒരു 3-4 അടി മുകളിൽ വെച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെ നിന്നും ഒരുപാട് ശാഖകൾ രൂപപ്പെട്ട് പുതിയ തണ്ട് ചീരകൾ നമുക്ക് ലഭിക്കും. എൻ്റെ ചീര നോക്കിക്കേ, 1-2 തണ്ട് ചീരകൾ മാത്രമല്ല, എത്ര തണ്ടാണ് എനിക്ക് കിട്ടുന്നതെന്ന് ഒന്ന് നോക്കിക്കേ. എനിക്ക് 3 മാസത്തോളം ഇങ്ങനെ നല്ല വിളവാണ് ചീര തരുന്നത്. എൻ്റെ ചീര കൃഷിയിൽ ഞാൻ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ജൈവ സ്ലറി എന്നിവ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു രാസവളവും ഞാൻ എൻ്റെ കൃഷിയിൽ ഉപയോഗിക്കുന്നതല്ല. ജൈവവളം മാത്രം ഉപയോഗിച്ച് നമുക്ക് കൃഷിയിൽ നിന്നും 100 മേനി കൊയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങൾക്കും നല്ല രീതിയിൽ ചീരയിൽ നിന്നും വിളവെടുക്കാവുന്നതാണ്. നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ചീരയ്ക്ക് നല്ല നന അത്യാവശ്യമാണ്. ഞാൻ രാവിലെയും വൈകിട്ടും ചീരയ്ക്ക് നല്ല നന കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചീരയിൽ നിന്ന് എനിക്ക് നല്ല വിളവാണ് ഇത്തവണ കിട്ടിയത്. ഒരു തരത്തിലുള്ള പുഴുക്കളോ പ്രാണികളോ എൻ്റെ ചീരയെ ഇത്തവണ ഒരു ശല്യവും ചെയ്തിട്ടില്ല. ചീര നമുക്ക് ഇടവിളയായിട്ട് നടാവുന്ന ഒരു കൃഷിയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ ചീര കൃഷിയിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് 100 മേനി വിളവ് കൊയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ചീര കൃഷി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് കിട്ടിയതുപോലെ നല്ല വിളവായിരിക്കും നിങ്ങൾക്കും ചീരയിൽ നിന്ന് കിട്ടുന്നത്.